എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്? ഇന്ന് നടന്നത് ഷാനവാസ് നിവിൻ വിഷയം. ഷാനവാസ് ഹോസ്പിറ്റലിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള സ്നേഹമോ വിശ്വാസമോ ഒന്നുമില്ലാണ്ട്, അതെങ്കിൽ ക്ഷമയോ ഒന്നുമില്ലാണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുക പോലും ചെയ്യാണ്ട് പകയും വിദ്വേഷവും വൈരാഗ്യവും വെച്ചുകൊണ്ട് കിടക്കുന്ന, ഒരു തരി ഗെയിം പോലും കളിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് മാത്രം വെച്ച് പൊറുപ്പിക്കുന്ന ഇതാണോ ഗെയിമേഴ്സ്? ഇവരാണോ ഗെയിമേഴ്സ്? ഗെയിമേഴ്സിന്റെ ഒരു അർത്ഥം പോലും, ഒരു തരത്തിലുള്ള ക്വാളിറ്റി പോലും ഗെയിമറിന്റെ ക്വാളിറ്റി ഈ കണ്ടസ്റ്റൻസിന് ഇവിടെയുള്ള ആർക്കുമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയെങ്കിലും ആ വെറുപ്പ് കാരണം ആ വെറുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ഓഡിയൻസിലേക്ക് നെഗറ്റിവിറ്റിയും ഈ ഷോയിലേക്ക് നെഗറ്റിവിറ്റിയും ക്രിയേറ്റ് ചെയ്യുന്ന ഇമാതിരിയുള്ള എല്ലാ ഗെയിമേഴ്സിനെയും പുറത്താക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാര്യം നാളെയും ഒടുക്കത്തെ അടിയാണ് നടക്കാൻ പോണത്. അതും എനിക്കറിഞ്ഞൂടാ. ഇന്നത്തെ വിഷയം നിവിൻ ഷാനവാസ് വിഷയം. അതെ, ഭയങ്കരമായ വഴക്കുണ്ടായി വീട്ടിനകത്ത്. നിവിനും അക്ബറും ആര്യനുമാണ് ഇതിന്റെ തുടങ്ങി വെച്ചതിന് കുറെ കാരണക്കാരുണ്ട്. ആരൊക്കെ കാരണക്കാരാണെന്ന് പറയാം. ഇതിൽ ഒരുപാട്, വീട് മുഴുവൻ ഇതിന്റെ കാരണക്കാർ തന്നെയാണ്. മെയിൻ കാരണക്കാരൻ നിവിനാണ്. നിവിൻ ആ യോഗട്ടും പാലും എടുത്ത് കയ്യിൽ വെച്ചു. ഷാനവാസ് പോയിട്ട് അത് പിടിച്ച് വലിച്ചു. നിവിൻ ആ പാല് മൊത്തം ഷാനവാസിന്റെ ദേഹത്തിട്ടു. ആ പാല് എല്ലാം കളഞ്ഞ കവർ ഷാനവാസിന്റെ ഇങ്ങനെ അങ്ങ് ഇട്ടു കൊടുത്തു. അപ്പൊ ഷാനവാസ് അവിടെ കുഴഞ്ഞു വീണു. ഒരുപാട് ചോദ്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഷാനവാസ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. പ്രേക്ഷകർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ ഇത്രയും വയ്യാത്ത ഒരാളാണോ ബിഗ് ബോസിലേക്ക് വന്നത്? എന്താണ് ഷാനവാസിന്റെ അവസ്ഥ? ഈ പുള്ളിക്കാരൻ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ബിഗ് ബോസ് ഓഡിയൻസ് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഒരുപാട് മോശമായ, അതായത് എന്നെ തളർത്താനും എന്നെ തകർക്കാനും എന്റെ വായ അടച്ചു കെട്ടാനും ശ്രമിക്കുന്ന PR-കളും ആർമിക്കാരും ഫാൻസുകാരും. നാളത്തെ പ്രൊമോയിൽ പിന്നെയും വൻ അടി, യോഗേർട്ട് അടിയാണ് നടക്കാൻ പോകുന്നത്. പിന്നെ ആര്യന്റെ ഡബിൾ മീനിങ്, പുതിയ കുൽസിതം കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുറച്ചു പേർക്ക് ഇനി ഒരാഴ്ച അത് വെച്ച് നടക്കാം. കുൽസിതവും പൊക്കിളും ഇതുമെല്ലാം കിട്ടിയിട്ടുണ്ട്. ആ വഴക്ക് ബിഗ് ബോസ് സീസൺ 7 എന്ന് പറഞ്ഞാൽ കുൽസിതം ഇട്ടിട്ട് ഒരു കളിയില്ല. ആര്യന്റെ ഡബിൾ മീനിങ് കയ്യോടെ പിടിച്ചോ ഇല്ലയോ എല്ലാം സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ഷാനവാസ് നിവിൻ വിഷയം. ഷാനവാസ് വിഷയം തന്നെയാണ്. ഇതിലെ മെയിൻ തെറ്റുകാരൻ ആദ്യം ഞാൻ പറയുന്നത് നിവിനെയാണ്. കാര്യം നിവിൻ ഭയങ്കര ഓവറാണ്. 2-3 ദിവസമായിട്ട് പുള്ളിക്കാരനെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ഓവറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓവറായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കുറ്റക്കാരൻ ഇതിനകത്ത് നിവിൻ, ഡബിൾ കുറ്റക്കാരൻ, ട്രിപ്പിൾ കുറ്റക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. 2 ഡേയ്സ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, നിവിൻ അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര ഓവറായിട്ടാണ് തോന്നിയത്. അത് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, പേഴ്സണൽ പകവച്ച് ചെയ്യുന്ന കാര്യമുണ്ട്. പിന്നെ പകവച്ച് ചെയ്യുന്ന പകവച്ച് അവിടെ എല്ലാവരും ചേർന്ന് പകവച്ചിട്ടാ. അപ്പോൾ അതിലൊരു വ്യക്തിയാണ് നിവിൻ. നിവിനും അവിടെ പകവച്ചിട്ടും പേഴ്സണലി മനഃപൂർവ്വമാണ് കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയത്. നിവിൻ ഒരു കിച്ചൺ ക്യാപ്റ്റനാണ്. നിവിൻ ആ വീട്ടിലൊരു ക്യാപ്റ്റനാണ്. എന്നാൽ ക്യാപ്റ്റനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും നിവിൻ അവിടെ കാണിച്ചിട്ടില്ല. അതിന് പകരം ഓവറായിട്ട് അവിടെ ഷോ കാണിച്ച്, അതായത് തൻ്റെ പവർ ദുരുപയോഗം ചെയ്യുകയാണ് നിവിൻ അവിടെ ചെയ്തത്. അപ്പം മെയിൻ കുറ്റക്കാരൻ നിവിനാണ്. നിവിൻ ഇന്ന് ലാസ്റ്റ് വാണിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇത് ഇന്നത്തെ കൊണ്ടൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും നിവിൻ അവിടെ ചെയ്ത കാര്യം നിവിന് വേണമെങ്കിൽ, അപ്പോൾ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പാത്രം, അവിടെ ഒരു പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രം ഒന്ന് കഴുകണം. അത് സത്യം പറഞ്ഞാൽ അത് ക്ലീൻ ആയിരുന്നു, പക്ഷെ അതിൽ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൊടി ഒന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഇതാക്കി തന്നെ ആ പൊടി മാറുമായിരുന്നു. ഇവിടെ ഈഗോ പ്രശ്നമാണ്. വെസൽ ടീം അടുത്ത കുറ്റക്കാരി ഞാൻ ആരെന്ന് പറയാം, അനുവാണ് അടുത്ത കുറ്റക്കാരി. കാര്യം എന്ന് പറഞ്ഞാൽ വെസൽ ടീമിലെ 2 പേരേ ഉള്ളൂ, അനുവും ഷാനവാസും. സോ കഴുകാൻ പറഞ്ഞെങ്കിൽ കഴുകണം. അത് വെസൽ ടീമിന്റെ ഉത്തരവാദിത്വമാണ്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വെച്ചൊന്ന് ഇതാക്കിയാൽ മതി. പക്ഷേ കഴിവില്ല എന്ന് ആദ്യം പറഞ്ഞതും ഇനി കഴിവ് കൊടുക്കരുതെന്ന് ഷാനവാസിനോട് പറഞ്ഞതും ഇത് കൂട്ടിയതും അനുവാണ്. അതെ, ഞാൻ പറഞ്ഞിരിക്കും കേട്ടോ. അനു, ഷാനവാസ് ആണെങ്കിലും ആദിലെ നൂറയാണെങ്കിലും നിവിനാണെങ്കിലും ആര്യനാണെങ്കിലും പറയാനുള്ളത് പറയും. ഇനി താഴെ വന്ന് കിടന്നോ എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്കെതിരെ വീഡിയോ ഇടുന്നത് നിങ്ങൾ പേടിക്കുന്നുണ്ടെന്ന് അർത്ഥം. അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ഇടുന്നത്. പേടിച്ച് അങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഓടിക്കോ. അത്ര പേടിയാണെങ്കിൽ വീഡിയോ ഇട്ട് ആരെ പ്രൂവ് ചെയ്യാനാണ്? എനിക്കെതിരെ വീഡിയോ ഇങ്ങനെ ഓരോ പോയിന്റ് വെച്ച് വീഡിയോ ഇടുന്നു. നാളെ ഇല്ലല്ലോ. ഇത്രയ്ക്ക് പേടിയാണോ എന്നെ? ഇത്രയ്ക്ക് പേടിയാണോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇത്രയ്ക്ക് പേടിയാണോ എന്നെ രേവതിനെ ഇത്രയ്ക്ക് പേടിയാണല്ലേ? കഷ്ടം, അയ്യേ കഷ്ടം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ അയ്യേ വളരെ വളരെ കഷ്ടം. അപ്പൊ സത്യമാടാ, ഇതൊക്കെ എടുത്ത് വെച്ച് വീഡിയോ ചെയ്യും. ഞാൻ എൻ്റെ റിവ്യൂവിന് ഇതുപോലത്തെ ശോകമായിട്ട് ഉള്ള PR ടീമിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ റിവ്യൂവിനെ എടുത്ത് റിവ്യൂ ചെയ്യുന്നത്. അതിൻ്റെ ഇത്രയും ശോകം സീസൺ 4 പോലും വന്നിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തെറ്റുകാരായിട്ടുള്ള ആൾക്കാർക്ക് PR-ഉം എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ അവരുടെ തെറ്റുകൾ ഹൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ അടുത്ത ആൾ അനുവാണ്. അനു വെസൽ ടീം ക്യാപ്റ്റനാണ്. അനുവും അവിടെ ഈഗോ കാണിച്ച് കഴുകാതിരുന്നു. ഒന്ന് പൊടി ചുറ്റി കഴിയാതെ ആ പ്രശ്നം ഉണ്ടാവത്തില്ല. പിന്നെ മറ്റുള്ളവരുടെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത കുറ്റക്കാരൻ ഞാൻ പറയുന്നത്, ആദ്യത്തെ കുറ്റക്കാരൻ നിവിൻ, അടുത്തത് അനു, അടുത്ത കുറ്റക്കാരൻ ഷാനവാസ്. ഷാനവാസ് ഇവിടെ കുറ്റക്കാരനെന്ന് പറയാൻ കാരണം
ഷാനവാസും എസ് എൽ ടീമാണ്. ഷാനവാസ് ഇന്നലെ തൊട്ട് ഇവിടെ ആര്യനെ ഇവരെക്കെതിരായിട്ട് അവരെ ജയിലിലേക്ക് ആക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പർപ്പസ്ഫുള്ളി അത് സോൾവ് ആക്കാമായിരുന്നു താങ്കൾക്ക്. താങ്കളൊരു മുതിർന്ന വ്യക്തിയാണ്, താങ്കൾ അതിനെ കയറി വള്ളി പിടിച്ചാണ് താങ്കൾക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടായത്. താങ്കൾക്ക് മാത്രമാണ് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായത്. ബാക്കിയുള്ളവർ അവിടെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കഴിച്ച് സുഖമായിട്ട് കൂർക്ക വലിച്ച് കിടന്ന് ഉറങ്ങുക. താങ്കൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, അത് മനസ്സിലാക്കണം. നമുക്ക് വേണ്ടിയിട്ടാണ് കളിക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി കളിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, മനസ്സിലായില്ലേ? അനാവശ്യത്തിന് ഓവറായിട്ട് കയറി കളിക്കാൻ നിൽക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പോയത് നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ആരോഗ്യം നമുക്ക് വലുത്, നമ്മുടെ കുടുംബത്തിന് വലുത്. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കളിക്കേണ്ടത്. മറ്റുള്ളവർക്കും കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരിതേ ഇപ്പോൾ അവിടെ അവർക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും എന്താണെങ്കിലും. പക്ഷേ അവർ കാണിക്കുക എന്തോ ചെയ്യും. പക്ഷേ എന്നാലും നിങ്ങളുടെ ഫാമിലിക്കാണ് ആ വിഷമം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഫാമിലിയുടെ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത്, മനസ്സിലായോ? നിങ്ങൾക്കാണ് അതിൻ്റെ ലോസ് ഉണ്ടാകുന്നത്. സോ കളിക്കുമ്പോൾ നിങ്ങളുടെ ഹെൽത്തും കൂടെ മനസ്സിലാക്കി സൂക്ഷിച്ച് ആവശ്യമില്ലാത്ത വള്ളികൾ പിടിക്കാതെ ധൈര്യമായിട്ട് കളിക്കുക. അത്രേ എനിക്ക് ഷാനവാസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളൂ. ഷാനവാസിന് ഇത് സോൾവ് ചെയ്യാമായിരുന്നു. ഷാനവാസ് ഇത് സോൾവ് ചെയ്തില്ല. ആ കിച്ചണിനകത്ത് കയറി നിങ്ങൾക്ക് വേറെ നമ്മൾ ഉണ്ടാക്കിക്കോളാം, നമ്മൾ വേറെ ഉണ്ടാക്കിക്കോളാം, നിങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത കുറ്റക്കാരൻ ആര്യനും അക്ബറും തുല്യമായിട്ട് നിവിനെ പോലെ തന്നെ റെസ്പോൺസിബിൾ ആണ്. കാര്യം ആര്യനും അക്ബറും ഇവിടുത്തെ ക്യാപ്റ്റന്മാരാണ്. ക്യാപ്റ്റന്മാർക്ക് എന്തുകൊണ്ട് ഇത് തടയാൻ പറ്റിയില്ല? ജസ്റ്റ് അവിടെയും ഈഗോ പ്രശ്നം. വെറുതെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഇത്രയും സില്ലിയായ കാര്യത്തിന് ഇത്രയും വഷളാക്കി ആ വീട്ടിൻ്റെ അവസ്ഥേനെ നെഗറ്റീവ് ആക്കാനുള്ള മെയിൻ കാരണം ആര്യനും അക്ബറും കൂടിയാണ്. അവരെ ഒരിക്കലും നമുക്ക് അതിനകത്ത് മാറ്റാൻ പറ്റില്ല. പിന്നെ മെയിൻ വലിയൊരു തെറ്റ് അവർ ചെയ്തത്, ഒരാൾ കുഴഞ്ഞു വീഴുമ്പം നമ്മൾ അതേ ഡ്രാമയാണ്, അതൊന്നും പറയാൻ ഇവിടെ നേരമില്ല. ഷാനവാസ് അവിടെ കുഴഞ്ഞു വീണപ്പോൾ നിവിനും ആര്യനും അക്ബറും ഡ്രാമ എന്ന് പറഞ്ഞു കിടന്ന് ചിരിച്ചു. അത് ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു, അത് തെറ്റായ കാര്യമായിരുന്നു, അത് ഒട്ടും പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ആര്യനും അക്ബറും നിവിനും ചെയ്തത്. ഇനി അടുത്തത്, അതിൻ്റെ ഇടയിൽ കൂടെ ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകണം നേരം കൊണ്ട് എന്ത് വൃത്തിയോടാണ് ഈ ആര്യനും നൂറയും ആദിലയും കൂടെ കാണിച്ചത്. അവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നു. എന്തൊരു അടി ഇത്! അവിടെ കിടന്നു അടി, അതിന് വേണ്ടിയിട്ടും കിടന്ന അടി, പിടിക്കാൻ വേണ്ടിയിട്ട് അടി. എന്ത് വൃത്തികളാണ്, എന്തൊരു നെഗറ്റീവ് വൈബാണ് നിങ്ങൾ എന്നൊക്കെ വരുന്നത്. എന്തൊരു നെഗറ്റീവ് വൈബാണ്, എന്തൊരു നെഗറ്റിവിറ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ആ വീട്ടിൽ. അയ്യോ സത്യം, ആവശ്യമില്ലാത്തൊരു ഫൈറ്റ്. മനുഷ്യനെ പിടിച്ചോണ്ട് പോവുകയാണ്. ആ മനുഷ്യനെ പിടിച്ചോണ്ട് പോകുന്നതിനിടയ്ക്ക് അവിടെ കിടന്ന അടിയും ബഹളവും. നാണം ഇല്ലല്ലോ ഇതൊക്കെ. അയ്യോ കഷ്ടം തന്നെ. ഇവിടെ എങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇവരൊക്കെ? ഞാൻ ആലോചിക്കുന്നത്, ഈ ആര്യനും അനുവും ആ ആദിലയും നൂറ് എന്തൊക്കെയാണ് കിടന്ന് കാണിച്ചു കൂട്ടുന്നത് അതിനകത്ത്. എനിക്ക് തന്നെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല ഇങ്ങനെ കിടന്നിട്ട്. ഒരാൾ വയ്യാതെ അയാൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് വഴക്ക്. അല്പമെങ്കിലും ഡിസിപ്ലിൻ കാണിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ആരോപിക്കാനും അടിക്കാനുമാണ് ആ സമയത്ത് നിൽക്കുന്നത്. ആ പുള്ളിക്കാരനെ കൊണ്ട് കൺഫെഷൻ റൂമിൽ പോണതിന് വരെ എന്തൊക്കെയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമുക്ക് അപ്പം ഇതിനകത്ത് ഇത്രയും പേര് തെറ്റുകാരുണ്ട്. പിന്നെ സാബുമാനും അനീഷും അവർ എവിടെ നിൽക്കണം എന്നറിയാതെ അവിടെ ചാടുന്നു, ഇവിടെ ചാടുന്നു, ഇങ്ങനെ നിൽക്കുന്നു. അവർക്ക് ഇതിനകത്ത് അനീഷിന് ഭയങ്കര വിഷമമായി. അനീഷ് വയ്യാണ്ടായി, അതൊന്നും ഇന്ന് എപ്പിസോഡിൽ കാണിക്കുന്നില്ല. പക്ഷേ സാബുമാൻ്റെ കാര്യത്തിന് പുള്ളിക്കാരൻ ഇങ്ങനെ അപ്പുറത്ത് ചാടും ഇപ്പുറത്ത് ചാടും, അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഷാനവാസ് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. പുള്ളിക്കാരൻ്റെ ഹെൽത്ത് പ്രോബ്ലം, അതായത് ഹാർട്ട് പ്രോബ്ലം, ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസത്തെ ഒബ്സർവേഷൻ തീർച്ചയായിട്ടും വേണ്ടി വരും. കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു വീണാൽ പോലും, ജസ്റ്റ് ഒന്ന് BP കൂടിയാൽ പോലും നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ അവർ വിടത്തില്ല. അവരങ്ങനെ വെറുതെ മരുന്ന് BP കൂടി എൻ്റെ മരുന്നെന്ന് പറഞ്ഞ് തന്നിട്ട് അവർ വെറുതെ വിടില്ല. അവരെല്ലാം നോക്കി ബ്ലഡ് ചെക്കപ്പ് ചെയ്ത് ബാക്കിയുള്ള ചെക്കപ്പ് ഒക്കെ ചെയ്ത് എല്ലാം എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്തിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അവർ വിടുകയുള്ളൂ. അതാണ് ഇതിൻ്റെയും അത് ഷാനവാസ് വൈകാനുള്ള കാരണം. ഇനി പ്രേക്ഷകരുടെ ചോദ്യം. ഒബ്വിയസ്ലി പ്രേക്ഷകർ പല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്, പല രീതിയിലും. ഞാനിത് റെസ്പോണ്ട് ചെയ്തപ്പോൾ എനിക്കെതിരെ ഭയങ്കരമായ സൈബർ അറ്റാക്കും, എന്നെ വളരെ മോശമായി ചിത്രീകരിക്കുകയും എന്നെ വൃത്തികെട്ട രീതിയിൽ, അതായത് എന്നെ ഭയങ്കര വൃത്തികെട്ട രീതിയിലാണ് ഞാൻ പറഞ്ഞ രീതിയെ ഞാൻ കൺസേൺ ആണ് കാണിച്ചത്. അതായത് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾ, ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾ ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ശ്രദ്ധിക്കണ്ടേ അയാൾ ഫിറ്റ് ആയിരിക്കണം എന്നുള്ള അയാളാണ് നോക്കേണ്ടത് ആദ്യം. കാര്യം ഈ ഉള്ള ബുദ്ധിമുട്ട് വന്നാൽ അയാളുടെ ഫാമിലിക്കാണ് ആ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് മാത്രമല്ല പുള്ളിക്കാരൻ ഇത്രയും ദിവസം, ഞാൻ ആദ്യം തൊട്ട് പറയാം, അപ്പോൾ പ്രേക്ഷകർ ചോദിച്ച ചോദ്യം തന്നെയാണ്, പ്രേക്ഷകർ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഞാൻ ചോദിച്ചതിന് ഒരു തെറ്റും ഒരു ഇതും എനിക്ക് പറയാൻ പറ്റില്ല. ഞാനത് സമ്മതിച്ചു തരില്ല. നോർമൽ ഓഡിയൻസിന് തോന്നിയ കാര്യം തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഞാനത് വിട്ടു തരൂല. ഞാനത് സമ്മതിച്ചു തരില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്, ഞാൻ പറഞ്ഞത് എൻ്റെ കൺസേൺ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞതാണ്. നോർമലി ഒരു പ്രേക്ഷകൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകന് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു പാൽക്കവർ നെഞ്ചിലേക്ക് വീണു പുള്ളിക്കാരൻ്റെ, അപ്പം കുഴഞ്ഞു വീണു. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ആ വഴക്കിലുണ്ടായ സ്ട്രെസ്, ഇത്രയേ ഉള്ളോ ഷാനവാസ്? ഇത്രയും വയ്യാത്ത ഒരാളായിരുന്നോ? ഈ ഒരു ചോദ്യം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ
എല്ലാവരുടെ മനസ്സിൽ കൂടെയും പോയിട്ടുണ്ടാവും, എല്ലാവരുടെ മനസ്സിൽ കൂടെയും. അത് പോകാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഫാൻസും പി ആറുകളൊന്നും എൻ്റെ നെച്ചത്തോട്ട് കയറേണ്ട ആവശ്യമില്ല. ഞാൻ പറയാനുള്ളത് പറയും. ഇത് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ചോദിച്ച ചോദ്യമാണ്. കാര്യം അത്രയും വയ്യാത്ത ഒരാളെ എന്തിനെടുത്തു, ഇതൊക്കെ ഓഡിയൻസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, പുള്ളിക്കാരൻ ആ പാൽ കവർ നെഞ്ചത്തേക്ക് വീണിട്ട് വയ്യാതായതോ വീണതാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പാൽ കവർ വീണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുഴഞ്ഞു വീഴുമോ? പുള്ളിക്കാരന് ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് വെയിറ്റുകളൊന്നും എടുക്കാൻ പാടില്ല, അതേപോലെ തന്നെ സ്ട്രെസ് എടുക്കാൻ പാടില്ല, ഭയങ്കരമായി കിടന്ന് ബഹളം വെക്കുക, അതൊക്കെ. കാര്യം എൻ്റെ അച്ഛനും ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണോ, 3 അറ്റാക്ക് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? അത് പോയിട്ട് തിരിച്ചു വന്ന ആളാണ് എൻ്റെ അച്ഛൻ. 19 വയസ്സായി. അപ്പോൾ എനിക്കറിയാം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കുക, വെയിറ്റ് എടുക്കുക, സ്ട്രെസ്ഫുൾ ആവുക, ഈ സമയത്തൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ശരിയാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ BP ഷൂട്ട് ഔട്ട് ആയതായിരിക്കാം, ചിലപ്പോൾ അയാൾക്ക് സ്ട്രെസ് വന്നിട്ടുണ്ടാവാം, അത് കാരണമായിരിക്കാം പുള്ളിക്കാരൻ വീണ് പോയത്. പക്ഷേ എന്നാലും കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ബിഗ് ബോസിനാണ്. അതുകൊണ്ടാണ് ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോയത്. എന്തായാലും അവിടെ ഒരു ചോദ്യം വരും, ഇത്രയും വയ്യാത്തൊരാൾ എങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നത്? പുള്ളിക്കാരൻ ഓക്കെ ആവുമോ? ഇനി പുള്ളിക്കാരന് കളിക്കാൻ പറ്റുമോ? കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്നത് മെൻ്റലിയും ഫിസിക്കലിയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമ്മളെപ്പോഴും നല്ല ഫിറ്റ് ആയിരിക്കണം, ആരോഗ്യവാനായിരിക്കണം, നമ്മുടെ ഹെൽത്ത് നല്ലതായിരിക്കണം. ഇല്ലെങ്കിൽ പല ആൾക്കാരും ക്വിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, വയ്യാതായി പോയിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് പ്രേക്ഷകർ ആ കൺസേൺ പറഞ്ഞത്, അല്ലാണ്ട് വേറൊന്നിനും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ ഫാൻസുകാരും PR കാരും കിടന്ന് കരയേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ ചോദ്യം അവർ ചോദിക്കുന്നത്, അത് അവർ ചോദിക്കും, അത് അവർ ചോദിച്ചിരിക്കും. പിന്നെ അവർക്ക് ചോദിക്കേണ്ട ഇത് അവർക്കില്ലേ, റൈറ്റ്സ് ഉണ്ട് അവർക്ക് ചോദിക്കാൻ. സോ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇനി വലിയ ടാസ്കുകൾ നടക്കാൻ പോകുന്നില്ല. സോ ഇതുവരെ ഷാനവാസിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അല്പസ്വല്പം എന്നും എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്ന ആളാണ്, ഉറക്കം കുറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇതുവരെ പുള്ളിക്കാരൻ അവിടെ പിടിച്ചു നിന്നു. പക്ഷേ ഇനിയെങ്കിലും തിരിച്ച് വേഗം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി തിരിച്ചു വരുമ്പോഴെങ്കിലും ഒരുപാട് സ്ട്രെസ് എടുക്കാതെ അനാവശ്യ കാര്യത്തിൽ പോയി. കാര്യം നാളെയും നടക്കുന്നത് വഴക്കാണ്, നാളെയും ഇവിടെ വൃത്തികെട്ട വഴക്കാണ് നടക്കാൻ പോകുന്നത്. ഈ വഴക്ക് മിക്കവാറും ഗ്രാൻഡ് ഫിനാലെ വരെ ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എനിക്കറിയില്ല, ആര്യനും അക്ബറും നിവീനും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ അത് അവരൊന്നും ഇല്ലെങ്കിൽ അവർ നന്നായിട്ട് പോകുമായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഇവരുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അതും ഷാനവാസിനാണ് അൺഫെയർ. കാര്യം ഷാനവാസ് അവിടെ നിൽക്കുമ്പോൾ ഷാനവാസിന് രണ്ടുപേർക്കും ബോത്ത് അൺഫെയർ ആണ്. അപ്പോൾ ഷാനവാസിൻ്റെ ഹെൽത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഷാനവാസിനും അൺഫെയർ ആണ്, അതുപോലെ ഷാനവാസിന് ഓപ്പോസിറ്റ് ആയിട്ടും കൂടെ നിന്ന് കളിക്കുന്നവർ. കാര്യം എന്തെങ്കിലും ടാസ്ക് വന്നിട്ട് അതാണ് പ്രേക്ഷകർ രണ്ടാമത് പറഞ്ഞ കാര്യം. എന്തെങ്കിലും ടാസ്ക് വന്നു കഴിഞ്ഞിട്ട് ഷാനവാസ് എന്തൊക്കെ ടാസ്ക് നടന്നത് അവിടെ നിന്ന് ഒന്നും പറ്റാത്തത് ഭാഗ്യം എന്ന് വേണം പറയാൻ. ടാസ്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് വീണിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും എന്തുമാത്രം ട്രോമ ഉണ്ടാവും, കണ്ടസ്റ്റൻസിന് എന്തുമാത്രം ട്രോമ ഉണ്ടാവും, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനിയെങ്കിലും ഷാനവാസ് വന്ന ശേഷം മിണ്ടാതെ സ്ട്രെസ് ഇല്ലാണ്ട് കളിക്കാൻ നോക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. വേഗം ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരട്ടെ. ഇതിൽ ഞാൻ എന്താണ് മോശം പറഞ്ഞതെന്നും എന്താണ് വൃത്തിയോട് പറഞ്ഞതെന്നും എന്താണ് ഞാൻ കാണിച്ചെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ മനസ്സെന്ന് പറഞ്ഞ കാര്യമാണ്. ഞാൻ ഈ ലൈവ് അപ്ഡേറ്റ് പറഞ്ഞതിലും അത് കഴിഞ്ഞ് വീഡിയോ ഇട്ടതിലും ഒന്നിനും ഞാൻ എൻ്റെ നിലപാട് മാറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഈ ചോദ്യങ്ങളെല്ലാം പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഫാൻസുകാരെയും PR ഞാൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം കമൻറ്റ് സെക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് ബിഗ് ബോസ് ഇനി അടുത്തത് ആദിലെ നൂറയുടെ പ്രശ്നമായിരുന്നു. എന്തൊരു നെഗറ്റിവിറ്റിയാണ് ഈ 3 പേരും. അയ്യോ, ഒന്നും പറയാനില്ല കേട്ടോ. ആര്യനും പിന്നെ ഇവർക്കൊക്കെ ഫാൻസ് ഉള്ളത് കൊണ്ട് നമുക്കൊന്നും വാ മൂടി കെട്ടിയ പോലെ ഒന്നും പറയാനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. കാര്യം ഇവർക്കൊക്കെ ഫാൻസ് ഉണ്ട്, വെള്ളപൂശാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ലേ എന്നുള്ളത്. പക്ഷെ ഞാൻ പറയും കേട്ടാ. കാര്യം എന്ന് പറഞ്ഞാൽ ലൈവിനകത്ത് ഞാൻ കാണുന്നുണ്ട് ആര്യൻ അക്ബർ നിവീൻ ഇവരൊക്കെ നല്ലവരെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരൊക്കെ എല്ലാവർക്കും തെറ്റുകളുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ് ഇവർ നല്ലവരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ വായിന്ന് വരുന്ന എന്തൊക്കെ വാക്കുകളാണ് വരുന്നത്, എന്തൊക്കെ ക്രൂരമായ വാക്കുകളാണ് വായിന്ന് വരുന്നതെല്ലാം. സത്യമായിട്ടും പ്രത്യേകിച്ച് ആദിലയുടേത് ഭയങ്കരമായി ടച്ച് ചെയ്യുന്നുണ്ട് നമുക്ക്. പക്ഷേ എന്തോ എനിക്കറിയില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് എപ്പിസോഡിൽ കണ്ടപ്പോൾ എനിക്ക് ആ ഫീൽ വന്നു, എനിക്ക് ഭയങ്കര വിഷമമായി, അതുകൊണ്ട് പറഞ്ഞു. കാര്യം നമ്മുടെ ആര്യനെയും നമ്മുടെ അക്ബറിനെയും നിവിനെയൊക്കെ ഞാൻ പറയാത്തതായിട്ടൊന്നുമില്ല. അത്രമാത്രം ഞാൻ ആര്യനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും തന്നെ ആ പയ്യന് വേറൊരു പണിയുമില്ല, ഡബിൾ മീനിങ് സമ്മതിച്ചു കൊടുത്തോന്ന് എനിക്കറിഞ്ഞൂടാ. ആ പാലിൻ്റെ വിഷയത്തിൽ ആ പാൽക്കുപ്പിയുടെ വിഷയം ആദ്യം എടുത്തിട്ടത് ആദിലയാണ്. അപ്പോൾ ആര്യൻ ചോദിച്ചു പാല് താന്ന് ചോദിച്ചു. എന്താ പാലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്താ ഫ്രിഡ്ജിലെ പാല് തരാൻ പറഞ്ഞു. എന്നിട്ട് പശുവിൻ്റെ പാല് വേണോ? ഇതൊക്കെ അനാവശ്യ വിഷയങ്ങളാക്കി കൊണ്ടുവന്ന് ഈ ആര്യന് വേറെ പണിയൊന്നുമില്ലേ? ഈ പയ്യന് സത്യം പറഞ്ഞാൽ ഭയങ്കര മണ്ടത്തരമാണ് ഈ പയ്യൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിവിൻ പറഞ്ഞത് കേട്ടില്ലേ, ഇതിൻ്റെയൊക്കെ പുറകെ വള്ളി പിടിക്കാൻ പോണ എന്തിനാണ്? ഏത് നേരവും നമുക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബിഗ് ബോസ് വീടാണ്. ഇതിനകത്ത് ആരും അറിഞ്ഞൂടെ പുറത്ത് ഹേറ്റേഴ്സ് ആണുള്ളതെന്ന്? വീട്ടുകാർ വന്നപ്പോൾ പറഞ്ഞില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അറിഞ്ഞു കാണുമല്ലോ പുറത്ത് ഹേറ്റേഴ്സ് ആണെന്നുള്ളത്. എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു? ഹേറ്റേഴ്സ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്താലും അതിൻ്റെ ഡബിൾ ഇരട്ടിയായിട്ടാണ് പുറത്ത് കാണുക. എന്നാൽ ഫാൻസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്താലും അത് അമച്ച് കളയാണ് ചെയ്യുന്നത്. ഇത് സിമ്പിൾ ലോജിക്കാണ്. ഇതെങ്കിലും മനസ്സിലാക്കിയിട്ട് കളിക്കാൻ നോക്ക്. വലിയ ഗെയിമും ടാസ്കും ഒക്കെ കളിക്കുന്ന ആളല്ലേ ആര്യൻ. എന്തുകൊണ്ട് ഈ സിമ്പിൾ കാര്യങ്ങൾ മനസ്സിലാവാത്തത്?
എന്തിനാണ് ഈ തെറ്റുകളുടെ പുറത്ത് തെറ്റുകൾ ചെയ്യുന്നത്? നിങ്ങളുടെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് വലുതാക്കി കാണിക്കും. ഇത്ര തെറ്റ് മതി, അതിനെ വലുതാക്കി കാണിക്കും സോഷ്യൽ മീഡിയ എന്താണെങ്കിലും. പക്ഷെ മറ്റുള്ളവർ എന്ത് തെറ്റ് ചെയ്താലും അതൊന്നും കാണിക്കില്ല. അത് മനസ്സിലാക്കി വേണം കളിക്കാൻ. ഇനി അടുത്ത ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുകയാണ് നിങ്ങൾ പുറത്ത് ഹേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കളി മാറ്റാൻ നോക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. കാര്യം നിങ്ങളുടെ ജീവിതം വെച്ചിട്ടായിരിക്കും പുറത്തുള്ള ആൾക്കാർ കളിക്കുന്നത്. അവർക്ക് പണം മതി, പക്ഷെ നിങ്ങളുടെ ലൈഫാണ് പോകുന്നത്. നിങ്ങൾ അവിടെ ചെറിയ തെറ്റ് ചെയ്താൽ പോലും അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരില്ല. അതിന് പകരം നിങ്ങളുടെ വീട്ടുകാരെയും നിങ്ങളുടെ ജീവിതത്തിനെ പിച്ച് ചീന്തിക്കൊണ്ടിരിക്കും പുറത്ത്. അത് മനസ്സിലാക്കി വേണം കളിക്കുക. എന്ന് പറഞ്ഞ് സേഫ് ഗെയിം കളിക്കാനല്ല പറയുന്നത്. കുറച്ച് ബുദ്ധിപരമായി ആലോചിച്ച് കളിക്കുക. കുഴിയിൽ പോയി വീഴാതിരിക്കുക. ഈ ആരും വീഴുന്ന പോലെ കുഴിയിൽ പോയി വീഴാതിരിക്കുക. പിന്നെ ഫാൻസ് ഉണ്ടെങ്കിൽ സന്തോഷം, അത്രയും നല്ലത്. പക്ഷേ ഫാൻസ് ഉണ്ടെന്ന് വെച്ച് എന്ത് വൃത്തികേടുകൾ പറയാനും എന്ത് വൃത്തിയുടെ ചീത്ത പറയാനും എന്ത് മോശം കാര്യങ്ങൾ പറയാനും നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെന്ന് കരുതുകയാണെങ്കിൽ തെറ്റ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും PR ഉണ്ടാവും. നിങ്ങൾ ലക്ഷം മുടക്കിയിട്ട് അകത്ത് പോവുകയാണെങ്കിൽ ഫാൻസ് ഉണ്ടാവും, വെള്ള പൂശാൻ PR ഉണ്ടാവും. എന്നാലും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം നിങ്ങൾ അവരെയാണ് ഫേസ് ചെയ്യേണ്ടത്. അത് മാത്രം ഓർത്ത് വെച്ച് കളിക്കുക. ഓക്കെ, അപ്പം നാളെ അതിനെക്കാട്ടിയും വലിയൊരു വഴക്ക് കിടക്കാൻ വേണ്ടി ഫ്രിഡ്ജൊക്കെ വലിച്ച് പൊളിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, എൻ്റെ പ്രേക്ഷകരെ എനിക്കറിയില്ല ഇത് ഏത് ലെവലിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ലോ ലെവൽ കണ്ടസ്റ്റൻസ്. ലോ ലെവൽ എന്ന് പറഞ്ഞാൽ ലോ ലെവൽ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻസിനെ ഞാൻ ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു കൂട്ടം ഗെയിമേഴ്സ് ഉണ്ടാവും അല്ലേ? നിങ്ങൾ ചോദിക്കും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ. അപ്പം ഞാൻ പറയും എനിക്ക് ഒരാളല്ല കുറേ ഗെയിമേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറയും. എനിക്ക് ഒരാളും ഇല്ലടാ ഇപ്രാവശ്യം. ഒരാളെപ്പോലും എനിക്ക് പറയാനില്ല. ഒരാളെപ്പോലും, സത്യം പറയാം, മനസ്സ് തൊട്ട് പറയാണ്, ഒരാളെപ്പോലും. ഈ ഗ്രാൻഡ് ഫിനാലെ നടക്കണതിന് 1 മണിക്കൂർ മുന്നേ അത് നിർത്തി വെച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം ഒരാൾക്കും ഒരു വിന്നർ ആവാനുള്ള ഒരു ക്വാളിറ്റിയോ അതിനുള്ള മനസ്സോ അതിനുള്ള സ്നേഹമോ ഒരു ക്ഷമയോ ആറ്റിറ്റ്യൂഡോ പേഴ്സണാലിറ്റിയോ ഒന്നുമില്ലടാ. എല്ലാവരുടെ മനസ്സിലെ കറുപ്പ് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും നെഗറ്റിവിറ്റി മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഫാൻസ് ഉള്ളത് കൊണ്ട് അവരുടെ നെഗറ്റിവിറ്റി മൂടി വെക്കുന്നു, ഫാൻസ് ഇല്ലാത്തവരുടെ നെഗറ്റിവിറ്റി കൂടുതൽ ഹൈപ്പ് ചെയ്ത് കാണിക്കുന്നു. ഇത്രയേ ഉള്ളൂ സത്യമായിട്ടും. ഇവരെന്നാണ് ഇവരുടെ നല്ല മനസ്സൊന്ന് കാണിക്കുക? എന്നാണ് പരസ്പരം സ്നേഹിക്കുക? എന്നാണ് പരസ്പരം മനസ്സിലാക്കുന്നത്? എന്നായിരിക്കും അത്? ലാലേട്ടൻ വന്നിട്ട് ഇനി എന്ത് പറയും? ഇവരോടൊക്കെ എന്ത് പറയണം? ലാലേട്ടന് വേറെ പണിയില്ല ഇവർക്കെതിരെ ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ. ലാലേട്ടനെ പോലും ഒരു വിലയും ഇല്ല, ഒരു ബഹുമാനവും ഇല്ല, ഒന്നുമില്ല. എപ്പോൾ നോക്കിയാലും ഒന്നും പറയുന്നില്ല, പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് പറയാനാണ്? വിഷമം തോന്നുന്നു ഈ സീസൺ കണ്ടിട്ട് സത്യമായിട്ടും. ആ സൽമാൻ ഖാനും വല്ലതും വേണമായിരുന്നു. സൽമാൻ ഖാൻ ഞാൻ പറയണില്ല, ഞാൻ മിസ് ചെയ്യുന്നു. ലാലേട്ടനെ കൊണ്ട് ആ പാവ മനുഷ്യനെ കൊണ്ട് ഇതൊന്നും പറ്റൂല. പുള്ളിക്കാരൻ കളിക്ക് പറയുന്നതിനെ വരെ പുള്ളിക്കാരനെ മോശമായി ചിത്രീകരിച്ച് പുള്ളിക്കാരനെ സൈബർ ബുള്ളിയാണ്. കാണുമ്പോൾ തന്നെ വിഷമം തോന്നുന്നു. കമൻറ്റ് സെക്ഷൻ ലാലേട്ടനെ പറയണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഇത്രയും മോശപ്പെട്ട എന്ത് നിങ്ങൾ നേടുമെന്നാണ് ഞാൻ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. ഈ ട്രോഫി അയാളുടെ കയ്യിൽ നിന്നല്ലേ മേടിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നല്ലേ മേടിക്കേണ്ടത് ട്രോഫി. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കും, പുള്ളിക്കാരന് ഒരു പ്രശ്നമില്ല. പക്ഷേ ലാലേട്ടനെ വിളിക്കുന്ന ചീത്ത യൂട്യൂബ് വീഡിയോസിൽ പലരും വിളിക്കുന്ന ചീത്ത കേട്ടാൽ സഹിക്കാൻ പറ്റൂല. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണോ എന്തോ പൈസ മേടിച്ചിട്ട് നിങ്ങൾ ഈ കണ്ടസ്റ്റൻസൊക്കെ നിങ്ങളൊക്കെ ആരാടാ? ലാലേട്ടൻ്റെ മുന്നിലൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യനെ ഇങ്ങനെ ചീത്ത കേൾപ്പിക്കണോ? അടുത്ത സീസണിലെങ്കിലും പോകുന്നൊരു ദേവി ഇത് നിങ്ങൾ പ്രേക്ഷകരുടെ വോട്ടും സ്നേഹവും പിടിച്ചു പറ്റാൻ നോക്കുക. അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്തു കൂട്ടരുതേ. ഈ പാവങ്ങളൊന്നും ചെയ്തു കൂട്ടരുത് കേട്ടോ. ഇതിനൊന്നും ഒരു അറുതി ഉണ്ടാവില്ല. ഇന്ന് ഒരിക്കലും സത്യം ഈ പാവങ്ങളൊന്നും നിങ്ങൾ ചെയ്തു കൂട്ടരുത്. നിങ്ങൾക്ക് എന്താണ് ലാഭം കിട്ടുക ഇതിനകത്തുനിന്ന്? ഇനി ഈ സൺഡേ മൊത്തം ആ ലാലേട്ടനെ മൊത്തം ചീത്തവിളിയായിരിക്കും. കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒന്ന് പ്രൈസ് കൊടുത്തൊന്ന് പോ. അത്രയേ ഉള്ളൂ. സമാധാനം, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത സീസൺ കണ്ടാൽ മതി. താങ്ക് യു സോ മച്ച്. പിന്നെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക്, അതിനകത്ത് എനിക്ക് പറയാൻ തന്നെ താല്പര്യമില്ല. വയ്യടാ, എനിക്ക് മതിയായി. ഇതിനിടയിൽ കൂടി ടിക്കറ്റ് ഫിനാലെ നടക്കുകയാണ്. എന്ത് രസമായിട്ട് നടക്കേണ്ട ടാസ്ക്കാണ്. അതും ഒന്നും അല്ലാണ്ടാക്കി തീർത്ത്. ടിക്കറ്റ് ഫിനാലിൽ ഇപ്പോൾ കറൻലി നൂറയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ആര്യൻ 39, നൂറ 41, ആര്യൻ 39, അക്ബർ 35, നിവിൻ 32. ഇതാണ് പൊസിഷൻ. ആദ്യത്തെ ഗെയിമിൽ നിവിൻ ജയിച്ചു, രണ്ടാമത്തെ ടാസ്കിൽ അനുവാണ് ജയിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. രാവിലെ 6:25 ഇന്നലത്തെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സോഫയുടെ അടിയിൽ അനു കിടന്നുറങ്ങിയാണ്. എന്തിനാണോ അവിടെ കിടന്നുറങ്ങിയത് എനിക്കറിഞ്ഞൂടാ. എനിക്ക് വലിയൊരു ഓവർ ഡ്രാമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓവർ ഡ്രാമ, വെറും ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ നിന്ന് കിടന്നുറങ്ങേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ അനീഷ് പോയി വിളിക്കുന്നുണ്ട് മുകളിൽ കയറി കിടക്കാൻ. അത് അങ്ങേരുടെ നല്ല മനസ്സ്. അല്പമെങ്കിലും ഇച്ചിരി ഒരു നല്ല മനസ്സ് എനിക്ക് ഫീൽ ചെയ്തു, ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്തു. വന്ന് കയറി കിടക്കാൻ പറഞ്ഞു. കാര്യം അനീഷാണ് രാവിലെ എണീക്കുന്നത്. അപ്പം പുള്ളിക്കാരി എണീക്കുന്നില്ല. കാര്യം രാവിലെ വരെ 8 മണി വരെ കിടന്നാലല്ലേ ക്യാമറ ഫോക്കസ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ കിടന്നുറങ്ങുന്നു. രാവിലെ പാട്ട് വരുന്നു. കേട്ടില്ലേ എൻ്റെ കള്ള. എന്താടാ ഞാൻ പാടുന്നത് കണ്ടോ നിങ്ങൾ? ഇങ്ങനെയായിരുന്നു ഞാൻ മുമ്പ് റിവ്യൂ ചെയ്ത് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പറയും, എന്തൊക്കെ കളിതമാശകൾ പറയും അല്ലേ ഈ സമയത്ത്. ഐ എം മിസ്സിങ് മൈ റിവ്യൂ.
സത്യമായിട്ടും ഇപ്പം ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ, സത്യമായിട്ടും ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ശോകമായിട്ട് തോന്നുന്നു ഇത്രയും നെഗറ്റിവിറ്റി ഉള്ളൊരു കണ്ടസ്റ്റൻസ്. ഞാൻ ബിഗ് ബോസിനെ ഒരിക്കലും പറയില്ല, കാര്യം അവർക്കൊരു പരിധിയുണ്ട്. അവർക്കൊക്കെ ഒരു പരിധിയില്ലേ? ബാക്കി നമ്മളല്ലേ നോക്കേണ്ടത്, ബാക്കി നമ്മളല്ലേ ബിഗ് ബോസ് ഷോ നടത്തേണ്ടത് കണ്ടസ്റ്റൻസ് ആണ്. നമ്മുടെ അവർക്കൊക്കെ ഒരു പരിധിയില്ലേ? ഞാൻ എന്തൊക്കെയാണ് ചെയ്യുക സാധാരണ റിവ്യൂക്കകത്ത്? അനുകരിക്കും, അവരെക്കുറിച്ച് നല്ല വാക്കുകൾ പറയും, നല്ല രീതിയിൽ അവരെ ട്രോളും, അവരുടെ മൈൻഡ് വോയിസ് പറയും. എന്ത് സന്തോഷത്തോടെയാണ് ഞാൻ റിവ്യൂ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നാളെയും ഇത് തന്നെ, നാളെയും ഈ വഴക്ക് തന്നെ. സോ മച്ച് നെഗറ്റിവിറ്റി. ആരും കാണുന്നില്ല കേട്ടോ, തുറന്നു പറയാം, ആരും കാണുന്നില്ല. അപ്പം നിവിൻ മുണ്ടൊക്കെ എടുത്തു വന്ന് കളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അനു ചായ വെക്കുന്നു, അക്ബർ അക്ബർ ചായ വെക്കുന്നു. അപ്പോൾ അക്ബർ എടുത്തുകൊണ്ട് അനു അവിടെ ചായ ഗ്ലാസ് കൊണ്ട് മൈക്രോവേവ് ഓവനകത്ത് വെക്കുന്നു. അപ്പോൾ അക്ബർ വന്നിട്ട് പറയുന്നത് ഇത് വൃത്തിയില്ല, ഇത് വൃത്തിയായിട്ട് കഴിവില്ല, ഒന്നും കൂടെ കഴിവെന്ന് പറയുന്നു. അപ്പം നിവിൻ പറയുന്നു ഒന്നും കൂടെ കഴിവ്. അപ്പോൾ അനു എൻ്റെ ഡ്യൂട്ടിയല്ല, ഞാൻ ചെയ്യത്തില്ല. അങ്ങനെ അപ്പം നിവിൻ ക്യാപ്റ്റനോട് പറയാൻ അപ്പോൾ ഷാനവാസ് കഴുകിയ പാത്രം ഒന്നും കൂടെ കഴുകാൻ പറ്റത്തില്ല, നമുക്കിതേ പറ്റുള്ളൂ. അപ്പോൾ ആര്യൻ എന്ത് ഓവറാണ് നിങ്ങൾ, ഓവറൊന്നുമല്ല എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് കിച്ചൺ ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടിയാണ് അത് കഴുകാനുള്ളത്. ഇതൊക്കെ കിച്ചൺ ക്യാപ്റ്റന് കഴുകാം, ഷാനവാസിന് കഴുകാം, അനുവിന് കഴുകാം, ആർക്ക് വേണമെങ്കിലും കഴുകാം. അനാവശ്യമായ ഈഗോ പ്രശ്നങ്ങൾ. ഇതിപ്പോൾ ഇത്രയും വരെ എത്തിച്ചില്ലേ? ഒരാൾ ആശുപത്രിയിലായില്ലേ? ആര്യൻ എല്ലാവർക്കും ഇതിൽ തെറ്റുണ്ട്, എല്ലാവരുടെ ഭാഗത്തും, ഇൻക്ലൂഡിങ് ഷാനവാസ്. അപ്പോൾ ആര്യൻ എന്ത് ചെയ്യും നിങ്ങൾ? നമ്മളൊന്നും ചെയ്യില്ല, കഴുകി തന്നാൽ ചെയ്യാം. അപ്പം നിവിൻ ഫ്രിഡ്ജിൽ ചപ്പാത്തി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. ഓക്കെ. അനു സൗകര്യമില്ല, നമുക്ക് കഴുകാൻ സൗകര്യമില്ല. അപ്പോൾ ഷാനവാസ് കഴുകിയ പാത്രം കഴുകൂല. അപ്പം നിവിൻ അങ്ങനെയാണെങ്കിൽ ഫുഡ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനും പോണില്ല. അപ്പോൾ ആര്യൻ ഈഗോ പിടിച്ചിരിക്കാതെ ഷാനവാസേ. അപ്പോൾ അക്ബർ നമുക്ക് പണിയുണ്ട്, നിങ്ങൾ പോയി കഴുകിത്താ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് എന്താണിത് കണ്ട എച്ചിലിരിക്കണത്, അതിൻ്റെ സൈഡിൽ കുറച്ച് പൊടി ഇരിപ്പുണ്ട്. ഷാനവാസ് പെയിൻ്റ് ആണത്, അത് ഇളകിപ്പോവും, ലെൻസ് വെച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല. എനിക്ക് എനർജി ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. മാത്രമല്ല ഞാൻ വളരെ 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 ഇതാണ് കേട്ടോ, വളരെ നെഗറ്റീവിലാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം അത്രമാത്രം എപ്പിസോഡ്സിൽ ആ നെഗറ്റിവിറ്റിയും പുറത്തെ നെഗറ്റിവിറ്റിയൊക്കെ കണ്ടിട്ട് ഞാനൊരു ഹാപ്പി മൂഡിലല്ല ഈ പറയണത്. കാര്യം നാളെ ഇത് തന്നെ, നാളത്തെ പ്രൊമോയിൽ ഇത് തന്നെ എന്ന് കണ്ടപ്പോൾ എനിക്ക് നാളെയെങ്കിലും ഒരു മര്യാദയ്ക്ക് ഇരിക്കുമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്കും ഷാനവാസിൻ്റെ അടുത്ത് അനു കഴുകരുത്. അപ്പോൾ അക്ബർ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സാവുമാനെ കാണിച്ചു. അപ്പോൾ സാവുമാൻ പറഞ്ഞ് പൊടിയുണ്ട്. ഇപ്പോൾ സാവുമാനാണ് ഇവിടുത്തെ ജഡ്ജ്, അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ സാബു കഴുകാനുണ്ട്. അപ്പോൾ ആര്യൻ പോയി കഴിവ്. അപ്പോൾ അനു ഇല്ല എന്ന് അവിടെ കൊണ്ടുപോയി മേടിച്ചു കൊടുക്കണം, കഴുകൂല. അപ്പോൾ ആര്യൻ വെസൽ ടീമിൻ്റെ ജോലിയല്ലേ, അത് ചെയ്യ്. അപ്പോൾ അനു ഇതിൻ്റെ പുറത്ത് കഴുകൂല, ഞാൻ കഴുകാൻ പോകുന്നില്ല, ആരും കഴുകരുത്. പക്ഷേ ഷാനവാസ് ആ പെണ്ണിനെ പണിയെടുപ്പിക്കാനല്ല നീ ചെയ്യുന്നത്, ഇത് ആ പെണ്ണിനെ പണിയെടുപ്പിക്കാനല്ലേ. അപ്പോൾ അനു സാബു പറ, ഇത് തെറ്റല്ലേ, ഇത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനല്ലേ. അപ്പോൾ സാബു എന്തായാലും അതിൽ പൊടിയുണ്ട്. ഷാനവാസ് ചെറിയൊരു പൊടിയല്ലേ ഉള്ളത്, അത് ഈസി ആയിട്ടൊന്ന് കഴുകിക്കളയാനല്ലേ ഉള്ളൂ. ആര്യൻ എന്നാൽ നിങ്ങൾ കഴിവ് ഈസി ആണെങ്കിൽ. അപ്പം നിവിൻ വെച്ച് വിളമ്പാനൊന്നും സൗകര്യമില്ല, നിങ്ങൾക്ക് പൊടി വെച്ച് വിളമ്പാനൊന്നും സൗകര്യമില്ല, ഉദ്ഘാടന റാണി, മോറൽ പോലീസിങ്. അപ്പോൾ അക്ബർ ക്യാമറ നോക്കിയിട്ട് ഇത് കാണിക്കുന്നുണ്ട്. അപ്പം നിവിൻ ഒരു തേങ്ങാപ്പാൽ വരച്ച് ഒന്നും ഉണ്ടാക്കാൻ പോണില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നിവിൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ. അപ്പോൾ അനീഷ് സൂക്ഷിച്ച് പറയും കേട്ടോ നിവിനെ, അനീഷ് ഏട്ടാ നിങ്ങൾ കൂടുതൽ ഇടപെടണം, ഇവിടെ എന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? ഷഡ്ഡി താടെ കിടക്കണ ആളെന്ന് വരെ എന്നെക്കുറിച്ച് പറഞ്ഞു. വൃത്തിയോട് പറയല്ലേ നിവിനെ, എന്നെക്കുറിച്ച് പറഞ്ഞതാണ്, ഇതൊക്കെ ലൈവിൽ പറഞ്ഞതാണ്. അപ്പോൾ അനീഷ് നിവിൻ പറഞ്ഞത് ശരിയല്ല. അപ്പം നിവിൻ പിന്നെ ശരി, എനിക്കൊരു കുഴപ്പമില്ല, താൻ പോയി കേസ് കൊടുക്ക്. അത് കഴിഞ്ഞ് നൂറ ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ കയറി ഉണ്ടാക്കും. നൂറയുടെ കണ്ണൊക്കെ ഇങ്ങനെ പുറത്താന്നുള്ളത് കേട്ടോ, ഭയങ്കരമായിട്ട് ദേഷ്യം. അപ്പോൾ ആര്യൻ അവിടെ ശരി നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ കയറി കാണിക്കുക. അപ്പം നൂറ അതിൻ്റെ ധൈര്യത്തിൽ പോയിട്ട് കയറി കാണിക്കുന്നുണ്ട്, അകത്ത് പോയിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ആര്യൻ മിൽക്കും യോഗട്ടും പാലും എല്ലാം കൂടെ എടുത്ത് നിവിൻ്റെ കൈ കൊടുക്കുന്നു. അപ്പോൾ ഷാനവാസ് അവിടെ അകത്ത് കയറി നിന്നിട്ട് കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, കഴിയുന്നില്ലെങ്കിൽ ഉണ്ടാക്കൂല. ഉണ്ടാക്ക് ഈ മൂന്നെണ്ണത്തിന് വേണ്ടി ഉണ്ടാക്കണ്ട. അപ്പോൾ അവസാനം അനു അവിടെ ചാരി ഇരുന്ന് ഇതൊക്കെ കാണുകയാണ്. അനു ഇവിടുത്തെ ഒരു പ്രൈം കോഴ്സാണ് കേട്ടോ. ഷാനവാസ് ഉണ്ടാക്കൂല. അപ്പോൾ നിവിൻ ഇല്ല ഉണ്ടാക്കൂല. ശരി എന്നാൽ പിന്നെ ഇവർ 3 പേർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അനീഷ് ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ ഷാനവാസ് കൊണ്ട് പൂഴ്ത്തി വെക്ക് കഴുതേ, എല്ലാം കൊണ്ട് പൂഴ്ത്തി വെക്ക് കഴുതേ. അപ്പം ഇതെന്താണ് നമ്മൾ വെക്കുന്നത്, നമ്മുടെ ലക്ഷറി ബജറ്റാണ്, കൊണ്ടുവച്ച് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ നിവിൻ്റെ കയ്യിൽ 3 സാധനം ഇരിക്കുകയാണ്. ഷാനവാസ് പോയി പിടിച്ച് വലിക്കുകയാണ്. നിവിൻ അപ്പോൾ ദേഹത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ പാലിൻ്റെ കവർ പാക്കറ്റ് തീർന്നത്. അപ്പോൾ ഉടനെ തന്നെ വിത്തിൻ 1 സെക്കൻഡ്
ഷാനവാസ് താഴെ വീഴുന്നു. അപ്പോൾ എല്ലാവരും കൂടുന്നു. അപ്പോൾ ഉടനെ തന്നെ അക്ബറും നമ്മുടെ നിവിനും ആര്യനും എല്ലാം കൂടെ ഡ്രാമ എന്ന് പറയുന്നു. എല്ലാവരും കൂടെ എടുത്തു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് ശ്വാസം കിട്ടുന്നില്ല. അപ്പോഴാണ് ആര്യനും അക്ബറിനൊക്കെ കുറച്ച് സീരിയസ് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ ഓടിച്ചെന്ന് പിടിക്കാൻ പോകുമ്പോൾ മാറിയിക്ക് അങ്ങോട്ട് മാറിയിക്ക് ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ അപ്പം കാര്യം ഈ പുള്ളിക്കാരന് ഒരു പ്രശ്നമില്ലായിരുന്നേ. അപ്പോൾ ഈ ചെയ്ത് പറഞ്ഞ് അങ്ങനെ ഡ്രാമ എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ പറഞ്ഞും പോയി. അപ്പോൾ ഇനി അവർ പിടിക്കാൻ പോയപ്പോൾ മാറങ്ങോട്ട് ആര് മാറ് പോ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കണടാ, വളരെ മോശം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പോടോ വൃത്തികെട്ട് നടക്കുന്നു, തൊടാതടോ, പോടോ ഓവറാക്കല്ലേ, പോടോ അനു കണ്ടോണ്ടിരിക്കുകയാണ് ജനങ്ങൾ. അവിടെ കിടന്ന് വഴക്ക് ആര്യനും അനുവും എന്തോന്ന് വൃത്തിയിടാ മനുഷ്യനെ അകത്ത് കൊണ്ടുപോകണതിന് പകരം. അത് കഴിഞ്ഞ ശേഷം കൺഫെഷൻ റൂമിൽ കൊണ്ടുപോകണു. അത് കഴിഞ്ഞ് ആദില എല്ലാത്തിനെയും വൃത്തിയോട് കാണിച്ചിട്ട് ഇരിക്കുന്നു. പോയി കൊല്ലടാ, നീ കൊല്ല് ആദില. അപ്പം നൂറ പോയി തരത്തിപ്പോയി കളിക്കടാ, പോയി തരത്തിപ്പോയി കളിക്കും. അപ്പം അക്ബർ സിറ്റുവേഷൻ യൂസ് ചെയ്യല്ലേ. ഇപ്പം നൂറ നിങ്ങളൊക്കെ കാര്യം അല്ലേ അവിടെ പോയി, നിങ്ങളല്ലേ പറഞ്ഞത് അവിടെ പോയി കിടക്കുന്നത് വെറുതെ ഡ്രാമയാണെന്ന്. നാണം ഉണ്ടോടത് എനിക്ക്. ഇപ്പം നൂറ മൈക്രോസ്കോപ്പ് വെച്ച് കാണാത്ത കാര്യം എടുത്തുകൊണ്ട് വന്നേക്കും. ഒന്ന് കഴിവിയാൽ പോരായിരുന്നോടോ ഒരാളെ ഹോസ്പിറ്റലാക്കിയിട്ട് സിമ്പതി കാർഡ് പറ്റാൻ വേണ്ടി വന്നേക്കുന്നു. അപ്പം ഷാനവാസ് ഇവിടെ ഉടനെ നൂറ ഷാനവാസ് ഇവിടെ വീണ് കിടന്നപ്പോൾ നിങ്ങൾ നോക്കിയായിരുന്നോ ഡ്രാമ കളിക്കുന്നു, വന്ന് പിടിക്കുന്നു. അയ്യ നാണം ഉണ്ടോടോ തനിക്ക്. ആര്യൻ എനിക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഞാനിങ്ങനെയൊന്നും ഓവർ ആക്ടിങ് കാണിക്കില്ല. അപ്പോൾ ഷാനവാസ് ഓവർ ആക്ടിങ് കാണിച്ചതാണല്ലേ പറയുന്നത്. അയ്യേ ഞാൻ അതല്ലേ പറഞ്ഞത്, നിങ്ങളാണ് പറഞ്ഞത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിൽ വിളിക്കുന്നു. നിവിന് ലാസ്റ്റ് വാണിംഗ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും വാണിംഗ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നിവിൻ സോറി ബിഗ് ബോസ് പറയുന്നു. കൺഫെഷൻ റൂമിൽ നിവിനെ കൊണ്ടുപോകുന്നു. ഷാനവാസിനെ കാണിക്കുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട് കൂടുതൽ പരിശോധനയ്ക്കായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. സൗണ്ട് കേട്ടപ്പോൾ തന്നെ സമാധാനം. ഷാനവാസ് അവിടെ സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കണ്ടിട്ട് വലിയ കുഴപ്പം തോന്നിയാൽ പിന്നെ ഹാർട്ടിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് ഒബ്സർവേഷനും ടെസ്റ്റിനും വേണ്ടി കൊണ്ടുപോകുന്നത്. ഓക്കെ. ഇപ്പോൾ ബിഗ് ബോസ് ഇവിടെ നിവിനെ കൺഫെഷൻ റൂമിൽ വിളിക്കുന്നു. ബാക്കിയൊക്കെ ഷാനവാസ് വന്ന ശേഷം പറയാമെന്ന് പറയുന്നു. അപ്പം നിവിൻ മേ ബി ഇതിൻ്റെ പേരിലുള്ള എവിക്ഷൻ ചെയ്യുമായിരിക്കാം. ജസ്റ്റ് പ്ലേ വെൽ, അത്രയും എനിക്ക് പറയാനുള്ളൂ അക്ബറെ. ഞാൻ ഒരാളെ ഇൻറ്റൻഷനലി ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. മേ ബി പുള്ളിക്ക് അത് എഗൻസ്റ്റ് ആയിട്ട് എന്നെ പറയുകയാണെങ്കിൽ ഞാൻ പൊക്കോളാം, ഐ എം ഹാപ്പി ടു ലീവ് എന്ന് പറയുന്നു. അപ്പോൾ അനു ആദിലേ നൂറെ വെല്ലു വിളിച്ചിട്ട് നൂറെ വെല്ലു വിളിച്ചപ്പോൾ അവൾ കയറി. അപ്പോഴത്തേക്ക് ഇവറ്റകൾ ആദിലോട് പറയണം. അപ്പോൾ ഇവറ്റകൾ ആ പാലും ആ യോഗട്ടും ഒക്കെ എടുത്ത് ഇവരുടെ ഉമ്മയുടെ വകയൊന്നും അല്ലല്ലോ ആ യോഗട്ടും പാലും ഒന്നും. അപ്പോൾ മൂന്നും കൂടി വലിയ കാര്യത്തിൽ ലക്ഷറി സാധനങ്ങൾ എടുത്ത് ഉപയോഗിച്ചതാ. അറപ്പ് തോന്നി എനിക്ക് കണ്ടിട്ട്. അപ്പം വയ്യാതെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയാണ്. ഫേവറബിൾ സിറ്റുവേഷൻ വല്ലവർക്ക് ഇവന്മാർക്ക് കയറിയിട്ട് തല്ലാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കുന്നത്. ഇവന്മാരെ ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. എന്തോന്ന് അതിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും കേട്ടോ, ആരെ പറഞ്ഞാലും ഇല്ലാത്ത കാര്യം എന്തിനു പറയുന്നത്. ആര് വയ്യാതെയാക്കും. ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു എനിക്കിതൊക്കെ. ഒരുപാട് കാര്യങ്ങളിൽ ഇന്ന് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലും ഭക്ഷണം മുന്നിലിരിക്കുമ്പോൾ കൊതി വിടാതെ എന്തൊക്കെയാണ് പറയണത്. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ആൾക്കാരുണ്ടല്ലോ. അപ്പം പിന്നെ നമ്മളിനി എന്ത് പറയാൻ. അപ്പോൾ ആര്യൻ ഫുഡ് റെഡി വായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ നമുക്കൊന്നും വേണ്ട നിൻ്റെ ഫുഡൊന്നും, പിന്നെ അല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല, പിന്നെ ടാസ്ക് ഷാനവാസിക്ക് കഴിയുമ്പോഴേ നടക്കുള്ളൂ. അപ്പോൾ അനു നമുക്ക് ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കഴിച്ചതാട്ടോ, നമുക്ക് ഫുഡൊന്നും വേണ്ട. അനു മതിയായി, എനിക്ക് വയ്യ ഇവരുടെ ഒന്ന് ഫുഡ് കഴിക്കാൻ, രാവിലെ തന്നെ വയറ് നിറഞ്ഞു. നൂറ അപ്പോൾ അനീഷ് വായോ കിച്ചണിൽ വായോ കഴിക്കാൻ നമുക്ക്. എനിക്ക് വേണ്ട, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണ്ട, ഡിന്നറും വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ അനീഷ് ആദ്യം നിങ്ങൾ അതിലൊരു കോർഡിനേഷൻ കാണിക്കുക. അപ്പോൾ നിവിൻ അയ്യോ എൻ്റെ പൊന്ന് ഇതൊരു വീടായിട്ട് കാണൂ, ഞാൻ ഇന്ന് തൊട്ട് ഇങ്ങനെയാണ്, ഞാൻ കംപ്ലീറ്റ് മാറി എന്നൊക്കെ നിവിൻ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ഇത്രയും വേസ്റ്റായ കിച്ചൺ ടീമിനെ ഞാൻ കണ്ടിട്ടില്ല. നിവിൻ സ്വാഭാവികം എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ നൂറ എങ്ങനെ ചിരിക്കാൻ തോന്നുന്നു. സത്യം ദുഷ്ടന്മാർ ഒരാളെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് അനു വെസലൊക്കെ കഴുകി വൃത്തിയാക്കുന്നു. അപ്പോൾ ഇപ്പോൾ വെസലൊക്കെ കഴുകാൻ അറിയാം. അപ്പോൾ നമ്മൾ ഓൾറെഡി അരി ഇട്ടതല്ലേ, നിങ്ങൾ പിന്നെ എന്തിനാ അരി ഇടുന്നത് ആര്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നത് വിളിച്ചു പറയാനുള്ളതല്ല, നമ്മൾ അത് സഹിച്ച് നിൽക്കാനും നമുക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ആര്യൻ ഇവിടെ സാബു നമ്മുടെ കൂടെ ഉണ്ട്, നിങ്ങൾ സാബുവിൻ്റെ നമ്മുടെ കൂടെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതിൽ സാബുവിന് കൊമ്പില്ല, നമുക്ക് കൊമ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ വേറെ ഉണ്ടാക്കും. ഓക്കെ. അപ്പോൾ അക്ബർ ഒന്നും പ്രതികരിക്കാതിരിക്കാടാ, നമ്മൾ വെറുതെ പ്രതികരിക്കാൻ നിൽക്കട്ടെ. അപ്പോൾ നിവിൻ ഇൻറ്റൻഷനലി അല്ലേ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്. അപ്പോൾ ഇതൊക്കെ എന്തോന്നാണ്. അതൊക്കെ പോട്ട്, ബാക്കി നമ്മൾ കാണിക്കണതൊക്കെ ഡ്രാമ. ഓക്കെ ശരി. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ റെഡിയാക്കി നിവിൻ വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അനു പ്രധാന വാതിൽ വഴി അവനെ ഒന്ന് പുറത്താക്കിയാൽ മതിയായിരുന്നു. എന്തൊരു ശല്യമാണ്, ഒന്ന് പോയി കിട്ടിയേനെ. അത് കഴിഞ്ഞ് ബിഗ് ബോസ് ലീവിംഗ് റൂമിൽ വിളിച്ചിട്ട് ഷാനവാസ് ഒന്നും വരില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ചക്രവ്യൂഹം ടാസ്ക് വരെയാണ്, അതിനകത്ത് നിവിൻ ജയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതെന്താ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്, നിവിൻ ഇവിടെ പോകാൻ റെഡിയായിരിക്കുക. അപ്പോൾ നിവിൻ ചുമ്മാ ലാലേട്ടനുണ്ട് ഇവിടെ ഹണീബി ആയിട്ട് ഒരു പാലിൻ്റെ കവർ ഇട്ടപ്പോഴും പുള്ളിക്കാരൻ ബോധം കെട്ട് വീണു. ഞാൻ അയാൾ പറയാമെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവാം, അതിനുവേണ്ടി ഞാൻ റെഡിയായിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 6 നടക്കുകയാണ്. ഫിഷ് ട്രാപ്പ് ലിവിംഗ് ഏരിയയിൽ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നു. അത് കഴിഞ്ഞ് അതിനകത്ത് ജയിക്കുന്നത് നമ്മുടെ ആരാണ്,
അനുവാണ് ജയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ഫൗള് കളിച്ച കാര്യം പറയണം. അപ്പോൾ നൂറ പറഞ്ഞു ഞാൻ ഫൗളേ കളിച്ചിട്ടില്ല. അപ്പോൾ ആര്യൻ അത് കണ്ട് ഭാര്യ കൊണ്ട് കൊടുക്കണത്. അപ്പോഴത്തേക്ക് ആദില പോടാ പാൽക്കുപ്പി എന്താടാ പാൽക്കുപ്പി എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ പിന്നെ പാലുതാ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താടാ സെറിലാക്ക് വേണോ പാല് വേണോ പാൽക്കുപ്പി വേണോ എന്നാൽ പിന്നെ പാലുതാ. പാലുതാ എന്നോ പശുവും പാലാണോ? അല്ല ഫ്രിഡ്ജിലുള്ള പാല് മതി. എന്താടാ ആദില സ്ത്രീകളോട് ഈ കളിക്കുന്നത്. അപ്പോൾ ആര്യൻ സ്ത്രീക്കാട് ഇറക്കല്ലേ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അതാണ് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു കുടയ്ക്കുള്ളിൽ 3 പേരും കൂടെ നിന്നുകൊണ്ട് ആദിലയും നൂറയും അനുവും കൂടെ നിന്നിട്ട് ആദില പറയാണ് ദേ ഇവളുടെ നേവൽ കണ്ടു, അവൻ അവിടെ ആര്യൻ ഇവളുടെ വയറ്റിൽ നോക്കി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആദില മോളെ ഇവളവിടെ എൻജോയ് ചെയ്തു അത് കണ്ടിട്ട് അറിയാമോ? അപ്പോൾ അനു അയ്യേ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പോൾ ആദില ഞാനാണെങ്കിൽ കരണം അടിച്ച് പൊട്ടിച്ചേനെ അവൻ്റെ കേട്ടോ. അപ്പം നൂറ എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി, അപ്പം ഞാനതിങ്ങനെ താഴ്ത്തി വെച്ചു. അപ്പോൾ ആദില നീയാണെങ്കിൽ ചാൻസ് കൊടുക്കുമോ അനു? അപ്പോൾ അനു തൊട്ടാൽ ഞാൻ മോശമായ രീതിയിൽ തൊട്ടാൽ ഞാൻ എന്തായാലും ഇതാക്കും. അപ്പോൾ നൂറ പറയാണ് അവൻ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ആദില ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പോവേണം കേട്ടോ. അപ്പോൾ തന്നെ അവൻ സോറി പറഞ്ഞു കേട്ടോ. അപ്പോൾ നൂറ ഇത് ഡബിൾ മീനിങ് അടിച്ചില്ലേ, ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വായിക്കാം. ഇതൊരു വിഷയം തന്നെ ആക്കാം, പുറത്ത് നല്ല വിഷയം ആക്കാം കേട്ടോ. ഇത് തീർച്ചയായിട്ടും ആരുന്നത് നെഗറ്റീവായിരിക്കും. നോക്കിക്കോ കണ്ടോ, ഇനി ഓരോരുത്തരും മറ്റേ പൊക്കളും ഇതുമൊക്കെ എടുത്തുകൊണ്ട് വരണത് കാണാം. അപ്പം ഞാൻ പറഞ്ഞു ആരിന് വേറെ പണിയൊന്നുമില്ലേ അനു ആദിലയും. അപ്പോൾ ആദില അവനല്ല പ്രശ്നം ഉണ്ടാക്കിയത്, ഇവളുടെ റിയാക്ഷനാണ് എനിക്ക് പ്രശ്നം ഉണ്ടായത്. അനു ഇതിനൊന്നും റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എന്ത് പറ്റി? അപ്പോൾ ആദില ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുമ്പോൾ ഇവിടുത്തെ ഒരു പ്ലാറ്റ്ഫോം അതിൽ ചിരിച്ച് നിൽക്കുകയല്ല വേണ്ടത്. അപ്പം അവിടെ ആദില പറയുന്നത് നൂറ ഇതും കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിന്നു, അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ അനു? ഇനി അവൾ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല, നീ അവന് ഫേസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇതൊന്നും പറയാൻ അവൾ നിൽക്കത്തില്ല കേട്ടോ. അപ്പം നൂറ അതേ ഓവറാക്കല്ലേ ആദിലെ എന്ന് പറഞ്ഞാൽ അവർ പിണങ്ങുന്നു. അത് കഴിഞ്ഞ് BB+ൽ അവർ ഇണങ്ങുന്നു, അവരുടെ റൊമാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ആദിലയും നൂറയും ഈ ഒരു കാര്യം പറഞ്ഞ് എനിക്ക് പമ്മി നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ നൂറ പാർട്ട് ഓഫ് ഡബിൾ മീനിങ് തന്നെയല്ലേ, എനിക്ക് അങ്ങനെ തന്നെ തോന്നി ആ പാലിൻ്റെ വിഷയം എനിക്കറിയാം, എനിക്കറിയാം അത് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ നൂറ അതൊരു വലിയ ഇഷ്യൂ ഒന്നുമല്ല. അപ്പോൾ ആദില ചിരിച്ചു പറയുന്നത് ഇത്ര ലാഘവത്തോടെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആര്യൻ വെസൽ കഴുകിക്കൊണ്ട് അപ്പോൾ നൂറ ആര്യം പറയാണ് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക. അപ്പോൾ എന്ത് സൊല്യൂഷൻ എടാ? അപ്പം ഇവിടെ ആര്യം പറയുന്നുണ്ട് എടാ നാളെയും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇവിടെ രാത്രി ഇവിടെ നൂറ ചോദിക്കുകയാണ് നമ്മൾ നാളെയെങ്കിലും വെസൽ ടീം കഴിവെന്ന് പറയുന്നത്. അപ്പോൾ നൂറ പറയുന്നത് നമ്മളുണ്ടാക്കിയത് നമ്മൾ കഴിവ്, ഇനി നിങ്ങൾ ഉണ്ടാക്കണം, നിങ്ങൾ കഴിവണം. നമുക്ക് മെജോറിറ്റി അല്ലടാ, നമ്മുടെ പാത്രം കഴുകാൻ പറയടാ. അനുവിൻ്റെ അടുത്ത് പോയി നൂറ പറയുന്നത് ഞാൻ കഴിവത്തൊന്നുമില്ല അവൻ്റെ പാത്രമൊന്നും, വേണമെങ്കിൽ ഞാൻ കഴിച്ചില്ലല്ലോ പിന്നെ ഞാൻ അവൻ്റെ പാത്രം കഴുകാൻ നിൽക്കുന്നത്, എനിക്ക് പറ്റത്തൊന്നുമില്ല അവൻ്റെ പാത്രം കഴുകാൻ. ലാലേട്ടൻ ചോദിച്ചാൽ ഞാൻ അത് തന്നെ പറയും. ചിരിച്ച് കളയാം. ഇത്രയാണ് BB+ ഇതിൽ നടന്നത്. BB+ൽ പിന്നെ ബാക്കിയുള്ള കാര്യം ഈ പാലിൻ്റെ കാര്യമൊക്കെ ആദില ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും ചിരിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് പേടിച്ച് പോയി നിവിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ നിവിൻ പറയുന്നത് നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇതിൽ പോയി വീഴാൻ. അത് തന്നെയാണ് എനിക്കും പറയുന്നത്, ആര്യനെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം, അതുവരേക്കും ബായ്.